എന്തൊരവസ്ഥയാണ്. ഇന്ന് റേഷൻ വന്നു. സ്റ്റോർ റൂമിനകത്ത് ബെല്ല് കേട്ടു. അപ്പോൾ അനീഷ് കിച്ചണിൽ നിന്നിട്ട് അനീഷ് നേരെ സ്റ്റോർ റൂമിലോട്ട്. അങ്ങ് ദൂരെ എവിടെയോ നിന്ന ആദില ഓടുന്നു. അതായത് ഈ ഓട്ടം മറ്റേ നമ്മുടെ ട്രാക്കിൽ ഓടുകയാണെങ്കിൽ ഗോൾഡ് മെഡൽ കിട്ടും. അമ്മാതിരി ഓട്ടം ഓടി സ്റ്റോർ റൂമിനകത്ത് വന്ന് ആദ്യം എത്തുകയും റേഷൻ വന്നു എന്നുള്ള കാര്യം എല്ലാവരെയും അറിയുകയും ചെയ്യുന്നു. പിന്നാലെ അനീഷ് വന്നു. അനീഷിന്റെ വിചാരം ആദ്യത്തെ ആഴ്ചയിൽ തൊട്ട് ഇപ്പോഴും അനീഷ് ക്യാപ്റ്റൻ ആണെന്നാണ്. ഇത് ഒരു ഒരു ഞാൻ അതിന് ഭയങ്കര രസമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അനീഷ് ഇപ്പോഴും ഭയങ്കര ക്യാപ്റ്റനായിട്ടൊക്കെ രസമാണ്. പക്ഷെ ഒരു ക്യാപ്റ്റൻ പറയാനടോ എനിക്കത് ഇഷ്ടമല്ല. ഞാൻ ചെയ്തോളാം. ഇപ്പം ഞാൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പം ഞാൻ ചെയ്തോളാം, നിങ്ങൾ ഇനി ചെയ്യേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയരുത്. ഇപ്പം കഴിഞ്ഞ ക്യാപ്റ്റൻ ആയിക്കോട്ടെ, ബിന്നി ആയിക്കോട്ടെ, അതിൻ്റെ മുമ്പ് ഒണിയിലായിക്കോട്ടെ, അഭിലാഷ് ആയിക്കോട്ടെ, ഇവരൊക്കെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞിട്ടും അനീഷ് അനുസരിക്കുന്നില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഒരു നിലപാടെടുക്കുന്നത് എങ്ങനെയാണോ നമുക്ക് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുക? ഇപ്പം ക്യാപ്റ്റനായിട്ട് വരുന്ന ആളിന് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ, അവർക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യണം, നന്നായിട്ട് എല്ലാം പെർഫോം ചെയ്യണം, അവരുടെ ഡ്യൂട്ടീസ് ചെയ്യണം. അതൊക്കെ ക്യാപ്റ്റന്റെ ഡ്യൂട്ടിയാണ്. ഇത് അവരുടെ അവകാശങ്ങൾ കൂടി കവർന്നെടുത്തുകൊണ്ട് ഇപ്പം അനീഷ് രാവിലെ എണീക്കുന്നത് കൊണ്ട് ഞാനാണെല്ലാം, ഇപ്പം അനീഷിനെ പേടിച്ച് ഇനിയിപ്പോൾ അനീഷ് എണീക്കുന്നതിനും 5 മിനിറ്റ് മുമ്പേ എണീക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതിപ്പോ കണ്ടില്ലേ, ഇന്ന് രാവിലത്തെ മീറ്റിംഗിൽ ആദില പറഞ്ഞു ഞാൻ പൊയ്ക്കോളാം. എന്നിട്ടും കിച്ചണിൽ നിന്ന് അയാൾ ഓടിയിരിക്കുകയാണ് അങ്ങോട്ടേക്ക്. ഒടുക്കം അവിടെ ദൂരെ നിന്ന് ആദിലേക്ക് ഓടിപ്പോകേണ്ടി വരികയാണ് ഈ സ്റ്റോർ റൂമിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്ക്. സ്റ്റോർ റൂമിൽ പോകാൻ വരെ മത്സരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ബിഗ് ബോസ് വീടിനകത്ത്. ഇത് ആരാണ് ഉണ്ടാക്കി വെച്ചത്? ഇത് അനീഷിന്റെ ഒരു മിസ്റ്റേക്ക് തന്നെയല്ലേ. ഇത് പറയുമ്പോൾ അയ്യോ ഇത്രയും കാലം അനീഷ് ചേട്ടനെ എടുത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പുതിയ ക്യാപ്റ്റൻ പറയാണ് അത് ഇനി വേണ്ട, ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇപ്പോൾ അനീഷ് ഒരു ടീമിൽ ക്യാപ്റ്റനായിട്ട് നിൽക്കുമ്പോൾ ആ ടീം ക്യാപ്റ്റനായ അനീഷിനെ ബാക്കിയുള്ളവരൊക്കെ അംഗീകരിക്കണം അല്ലേ? അപ്പൊ ഹൗസ് ക്യാപ്റ്റനെ പക്ഷെ അനീഷ് അംഗീകരിക്കില്ല. ഇത് എവിടത്തെ ന്യായമാണെന്ന് ആലോചിച്ച് നോക്ക്. വളരെ മോശമാണ്, വളരെ മോശമാണ്.